അസ്സലാമുഅലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ബ്ലാnched ആൽമണ്ട് ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ആൽമണ്ട് ഫ്ലവർ ഉണ്ടാക്കി നോക്കുന്നത്. ഡയറ്റിൽ വന്നിട്ട് 2 വർഷമായെങ്കിലും ഞാൻ ആൽമണ്ട് അങ്ങനെ പൊടിച്ച് കണ്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഒരു കളറും ടെക്സ്ചറൊക്കെ നന്നായിട്ട് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ആൽമണ്ട് പൊടി ഉണ്ടാക്കുന്നത്. പിന്നെ ആ ഒരു വീഡിയോയും അതിലുണ്ടാക്കിയപ്പോൾ ഉള്ള എക്സ്പീരിയൻസൊക്കെ നിങ്ങളുമായിട്ട് ഷെയറും ചെയ്യാമല്ലോ. അപ്പോൾ 2 തരത്തിൽ ഞാൻ ആൽമണ്ട് പൊടി ഉണ്ടാക്കിയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഈസിയാണ്, അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. നമുക്കിത് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതേപോലെ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കിയ പോലെ തന്നെയാണ്, കൊച്ചു തരിയോട് കൂടിയിട്ടാണ് ഇത് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്നതെന്നാണ് വാങ്ങിയ അനുഭവസ്ഥർ എന്നോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയതാണ്. പിന്നെ ഇങ്ങനെ പൊടി വാങ്ങുമ്പം നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ ആൽമണ്ട് എടുത്തിട്ട് അത് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് ബദം എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് അളന്നുകൊണ്ട് ഇടുകയാണ്. അപ്പോൾ എത്രത്തോളം ബദം എടുത്തെന്ന് അറിയാലോ. അപ്പോൾ 2 കപ്പ് അതാണ് ഞാനിവിടെ കുതിർത്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ മാക്സിമം ഒരു 4-5 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ വെക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്കത് ഊറ്റിക്കളയണം. അപ്പോൾ ഞാനിതൊരു 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അധിക സമയം വെള്ളത്തിൽ കിടന്നിട്ട് അത് കുതിർന്നു പോയാൽ പൊടിച്ചെടുക്കാൻ ചിലപ്പം പാടായിരിക്കും എന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിവാക്കിയെടുക്കുന്നത്. ഇനി ഞാനിതൊന്ന് തൊലിച്ച് നോക്കട്ടെ. നമ്മൾ ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിട്ട ബദാം തൊലിക്കുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ഇതിങ്ങനെ തൊലിച്ചെടുക്കാൻ കുറച്ച് പാടുണ്ട്. അപ്പം ഞാനിതിങ്ങനെ ഒറ്റ കൈ കൊണ്ട് തന്നെ വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് നോക്കിയിട്ട് അത്ര ഒരു എളുപ്പമൊന്നുമില്ല. അതുകൊണ്ട് 2 കൈയും വെച്ചിട്ടാണ് പിന്നെ ഞാൻ മുഴുവനും തൊലിച്ചെടുത്തത്. അപ്പോൾ ഇത് കാറ്റ് തട്ടിയിട്ട് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് പരത്തിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂയിലേക്കോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലിലേക്ക് ഇങ്ങനെ തൊലിച്ചെടുക്കുന്നത് ഓരോന്നും പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിത് ആ പ്ലേറ്റ് മുഴുവൻ തൊലിച്ചെടുത്ത് കഴിഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്നൊന്നും കഴിയില്ല. അത്യാവശ്യം ഒരു 3/4 മണിക്കൂർ ഒക്കെ എടുത്തിട്ടാണ് ഇത്രയും ഞാൻ തൊലിച്ചെടുത്തത്. അപ്പോൾ ഇനി ബാക്കി കൂടി ഞാൻ തൊലിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ ആദ്യത്തേതൊക്കെ ഒരുവിധം ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. മുഴുവനും ഞാൻ തൊലിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് ഇങ്ങനെ തന്നെ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇരുന്ന് ഉണങ്ങുമെന്നാണ്. പക്ഷേ ഞാനൊരു ഉച്ചക്ക് ഒരു വലിയ വെയിലൊക്കെ പോയിക്കണം. ഉച്ചക്ക് ശേഷം ഒരു 1 മണിക്ക് ഒന്ന് വെയിലത്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ചെറു ചൂടിൽ ഇത് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഒരു ദിവസം ഉച്ചക്കുള്ള വെയിൽ കൊള്ളിച്ചെടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറും ബോട്ടിലിട്ടിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് തൽക്കാലം ഒരു പാത്രത്തിലിട്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് എടുത്തിട്ട് പൊടിച്ചെടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് ഉണക്കിയെടുത്തതായതുകൊണ്ട് ഇത് അധിക സമയം ഇരിക്കുമെന്നൊന്നും എനിക്കത്ര ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ അതെടുത്ത് ഉപയോഗിക്കായിരിക്കും നല്ലത്. പിന്നെ ആൽമണ്ട് ചൂടാക്കി കഴിക്കുന്നതിനേക്കാളും നമുക്കതിലുള്ള ന്യൂട്രിയൻസും ഗുണങ്ങളൊക്കെ കിട്ടുന്നത് അത് തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടോ അല്ലെങ്കിൽ പച്ചക്കൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആ ഇൻഫർമേഷനും കൂടി നിങ്ങൾക്ക് പകർന്നു തരണമല്ലോ. അപ്പോൾ ഞാനിത് ഇതെടുത്തിട്ടൊന്ന് പൊടിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മിക്സിയുടെ ചെറിയ പൊടിക്കുന്ന ജാറിലിട്ടിട്ടാണ് പൊടിച്ച് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മിക്സിയുടെ പൊടിക്കുന്ന ജാറ് വലിയ അരിയൊക്കെ പൊടിക്കുന്ന കുറച്ചും കൂടി വലിയ മില്ലർ ജാറുണ്ടല്ലോ, അതിലിട്ടിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മിക്സിയുടെ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. വലിയ ജാറൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒറ്റയടിക്ക് പൊടിച്ചും കൊണ്ടേ ഇരിക്കരുത്, പൾസ് ചെയ്തിട്ട് വേണം പൊടിക്കാൻ. അതായത് ഒന്ന് ഓണാക്കി കൊടുത്ത് അപ്പോൾ തന്നെ ഓഫാക്കി വീണ്ടും ഓണാക്കി കൊടുത്ത് അങ്ങനെ.
അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ പെട്ടെന്നൊന്നും ഇത് പൊടിഞ്ഞു കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് നോക്കിയപ്പോൾ വലിയ വലിയ തരികൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അടച്ചിട്ട് ഒന്നുകൂടി പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ ഇതിനകത്ത് ചെറിയ തരികളൊക്കെ ഉണ്ട്. എന്നാലും ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ചോപ്പർ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ നമുക്ക് ഒരേ സമയം പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ എൻ്റെ ഒരു ചോപ്പറിൽ ഇട്ടിട്ട് പൊടിച്ച് കാണിക്കാം. ഇത് തൊലി കളഞ്ഞ ബദാം പൊടിക്കുന്നതും അതേപോലെ തൊലി കളയാത്ത ബദാം പൊടിക്കുന്നതും തമ്മിൽ എനിക്കത്ര വലിയൊരു സമയ വ്യത്യാസമൊന്നും തോന്നിയില്ല. രണ്ടും ഒരേ ഒരു ടൈം വേണം പൊടിഞ്ഞ് കിട്ടാൻ. മിക്സിയിൽ പൊടിച്ച പോലെ തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് ചോപ്പറിലും പൊടിച്ചെടുത്തത്. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. സാധാരണ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള റെസിപ്പികൾക്ക് ഈ ഒരു പൊടിച്ചെടുത്തത് തന്നെ ഉപയോഗിക്കാറാണ് പതിവ്. പിന്നെ വലിയ കഷ്ണങ്ങളൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ഒന്ന് തരിച്ചെടുക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു തരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസൊക്കെ തരിക്കുന്ന വലിയ അരിപ്പുണ്ടല്ലോ, അതിലിട്ടിട്ട് തരിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ തരിച്ചെടുത്തപ്പോൾ ഇതാ ചെറിയ തരികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ജ്യൂസ് അടിക്കുന്നതിലേക്കൊക്കെ ആയിട്ട് മാറ്റി വെക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ദോശയൊക്കെ ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ അരച്ചും കൊണ്ട് ചെയ്യുമല്ലോ, അതിലേക്ക് വേണ്ടിയിട്ട് ഈ തരിയുള്ളത് മാറ്റിയേക്കാം. അപ്പോൾ ഞാൻ മുഴുവനും പൊടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് കിട്ടിയത് പ്ലേറ്റിലുണ്ട്, മറ്റേത് എൻ്റെ കയ്യിലുള്ള ഒരു പാത്രത്തിലുമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫൈനായി കിട്ടിയത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഏകദേശം ഒരു കപ്പോളം ഉണ്ടാകും നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയ ഈ ഒരു ബദാം പൊടി. അതേപോലെ തന്നെ ചെറിയ തരിയായിട്ടുള്ള പൊടിയും ഏകദേശം ഒരു കപ്പ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ 2 കപ്പ് എടുത്ത ബദാമിലേക്ക് 2 കപ്പ് പൊടിയാണ് രണ്ടും കൂടി കിട്ടിയത്. പിന്നെ ഞങ്ങളിത് ഉണക്കിയ സമയത്തും പീൽ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ 2-3 എണ്ണം കഴിച്ചിരിക്കണം കേട്ടോ. ഇങ്ങനെയും നമുക്ക് ഫ്രിഡ്ജിൽ 2 ആഴ്ച വരെയൊക്കെ സൂക്ഷിക്കാം. പിന്നെ ബദാം പൊടി ആയതുകൊണ്ട് പുറത്ത് വെച്ചിട്ട് എത്രത്തോളം കേടാകും എന്ന് നോക്കാനൊന്നും നിന്നിട്ടില്ല. നമുക്ക് അത്യാവശ്യം വില കൊടുത്ത് വാങ്ങുന്നൊരു സാധനമാണല്ലോ, അതുകൊണ്ട് അഥവാ കേടായി പോയാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു പരീക്ഷണം ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ ബദാം പൊടി രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 പാത്രത്തിലായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ ഒരു പൊടി ഉണ്ടാക്കൽ എനിക്ക് പീൽ ചെയ്ത് വന്നപ്പോൾ അത്ര ഒരു എളുപ്പമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു. സംഗതി കണ്ടാലൊക്കെ ലുക്കൊക്കെ നല്ല ഓക്കെയാണ്. പൊടിഞ്ഞ് കിട്ടിയതൊക്കെ നല്ലൊരു ഫൈൻ പൊടിയായിട്ട് കിട്ടിയതൊക്കെ ഉഷാറാണ്. പക്ഷേ സാധാരണ ഞാൻ ചെയ്യുന്നത് കാണിക്കാട്ടോ, ഇങ്ങനെയുള്ള മുഴുവനായിട്ടുള്ള ബദാം എടുത്തിട്ട് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇത് പൊടിച്ചെടുക്കുമ്പോഴും നമ്മൾ പൾസ് ഉപയോഗിച്ച് കൊണ്ട് വേണം പൊടിച്ചെടുക്കാൻ. ഒറ്റയടിക്ക് നമ്മൾ ഓണാക്കിയിട്ട് കുറേ സമയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് ചിലപ്പം ആൽമണ്ട് ബട്ടറായി പോകും. അതിലുള്ള ഒരു എണ്ണയൊക്കെ കിരിഞ്ഞ് വന്നിട്ട് ആകെ അരഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ പൾസ് ചെയ്തുകൊണ്ട് പൊടിച്ചെടുക്കണം, കുറച്ച് സമയം എടുക്കും. ഇങ്ങനെയാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ റെസിപ്പിയിലേക്കൊക്കെ ബദാം പൊടിച്ചത് അല്ലെങ്കിൽ ബദാം പൊടി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മുൻപ് എൻ്റെ അടുത്ത് വേറൊരു മിക്സി ആയിരുന്നു, അതിനകത്ത് എപ്പോഴും കുറച്ച് വലിയ കഷ്ണങ്ങൾ ബാക്കി കിടക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാനത് അരിച്ചിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു ആൽമണ്ട് ഫ്ലോർ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തന്നെ 1 കപ്പൊക്കെ എടുത്തിട്ട് തൽക്കാലം ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തൊലിച്ചെടുക്കാനൊക്കെ അത്ര ഒരു സമയമല്ലേ ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു ആൽമണ്ട് ഫ്ലോർ റെസിപ്പി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഭവങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തവണത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള അറിവുകൾ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
അതോടുകൂടി ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.